ഈ ജയിലർ സിനിമ കണ്ടതിന് ശേഷം വിനായകനാണോ അമരീഷ് പുരിയാണോ മികച്ച വില്ലൻ എന്നൊരു സംശയം എനിക്ക്. ഇപ്പം ജയിലർ സിനിമയിൽ വിനായകൻ്റെ കൂടെ നിന്ന് ചതിക്കുന്നവരെ സൾഫ്യൂറിക് ആസിഡിൽ മുക്കിക്കൊല്ലുന്നു. ഇതേപോലെ 1987-88 കാലഘട്ടത്തിൽ ഇറങ്ങിയ മിസ്റ്റർ ഇന്ത്യ സിനിമയിൽ അമരീഷ് പുരി മുഗാംബോ എന്ന ഒരു കഥാപാത്രമാണ് ചെയ്തത്. ശേഖർ കപൂർ ഡയറക്റ്റ് ചെയ്ത മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രം, അനിൽ കപൂറും ശ്രീദേവിയും നായകനും നായികയുമാകുന്ന ചിത്രം. അതിൽ മുഗാംബോ എന്ന പേരുള്ള ഒരു വില്ലനെയാണ് അമരീഷ് പുരി അവതരിപ്പിച്ചത്. അതിൽ ഈ അമരീഷ് പുരി ഒരു വില്ലനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ചതിക്കുന്നവരെ നേരെ എടുത്ത് ആസിഡിനകത്തോട്ട് ഇടുന്ന ഒരു കാഴ്ചയാണ് 80കളിലെ മിസ്റ്റർ ഇന്ത്യയിൽ നമ്മളെല്ലാവരും കണ്ടത്. അന്ന് കണ്ടിട്ട് വിചാരിച്ചു, ഇയാളത് എന്ത് ഭയങ്കരപ്പെട്ട ഒരു വില്ലനാണ്, ശത്രുവിനെ ആസിഡിൽ മുക്കിക്കൊല്ലുന്ന ഒരു വില്ലൻ. അതാണ് അമരീഷ് പുരി മിസ്റ്റർ ഇന്ത്യ ചെയ്ത മുഗാംബോ എന്ന കഥാപാത്രം. വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ഓർക്കണം, 1980കളുടെ അവസാനം ഇറങ്ങിയ ചിത്രമാണ് മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രം. അതൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം കൊയ്ത ഒരു ചിത്രമായിരുന്നു മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രം. അതിൽ അതിഗംഭീരമായി തന്നെ അമരീഷ് പുരി അദ്ദേഹത്തിന് കിട്ടിയ വില്ലൻ വേഷം ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് 80കളുടെ അവസാനം കഴിഞ്ഞ് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു. 2023 ജയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിനായകനും ഇതേപോലെ തൻ്റെ കൂടെ നിൽക്കുന്ന ചതിക്കുന്ന വരെ സൾഫ്യൂറിക് ആസിഡിൽ തലകീഴായി മുക്കി കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ സിനിമ കണ്ടത് മുതൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഒരു ചോദ്യം ഉടലെടുത്തു. അമരീഷ് പുരിയാണോ വിനായകനാണോ നല്ല വില്ലൻ, അതായത് ക്രൂരനായ വില്ലനായ അമരീഷ് പുരി ഇത്തിരി മയമുള്ള ആളാണെന്ന് തോന്നുന്നു. വിനായകൻ സൾഫ്യൂറിക് ആസിഡിൽ മുക്കി കൊല്ലുകയും ഒപ്പം മുക്കി കൊല്ലുന്നതിന് മുമ്പ് തലയ്ക്കടിച്ച് തല പൊട്ടിക്കുകയും ഇതെല്ലാം ചെയ്യുന്ന ഒരു വില്ലനാണ് വിനായകൻ. അതുപോലെ ഈ ജയിലർ സിനിമയ്ക്കകത്ത് വിനായകൻ അവസാനം ഈ തലപ്പാവ്, അതായത് ഈ കിരീടം കിട്ടാതെ വരുമ്പോൾ, ഈ കിരീടം കിട്ടാതെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാവുമ്പോൾ ഒരാളെ തലയ്ക്കടിച്ച് കൊല്ലുന്ന ഒരു സീനുണ്ട്. തലയ്ക്കടിച്ച് കൊന്നിട്ട് അയാളുടെ പുറത്ത് കയറി ഇരുന്ന് ചുറ്റിയൽ കൊണ്ട് തലയിൽ വീണ്ടും ആഞ്ഞടിക്കുന്നത്. അതൊരു ലോങ് ഷോട്ടിലാണ് നെൽസൺ കാണിച്ചിരിക്കുന്നത്. കൂടുതൽ അടുത്ത് കാണിച്ചാൽ നമ്മൾ വരണ്ടു പോകും, പേടിച്ചു പോകുമെന്ന് കരുതിയിട്ടാവാം. എന്തായാലും അമരീഷ് പുരി 80കളുടെ അവസാനം സിനിമയിൽ കാണിച്ച ക്രൂരമായ പ്രവൃത്തികൾ 2023 രജനീകാന്തിൻ്റെ ജയിലർ എന്ന സിനിമയിലൂടെ വിനായകൻ എന്ന വില്ലൻ വീണ്ടും നമുക്ക് കാണിച്ചു തന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് മിസ്റ്റർ ഇന്ത്യയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏതായാലും അമരീഷ് പുരി നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഹിന്ദി സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വില്ലനാണ്. ഈ അമരീഷ് പുരിയേക്കാൾ എന്തായാലും ഒരു ന്യൂ ജെൻ വില്ലൻ എന്ന് നമുക്ക് വിനായകനെ വിലയിരുത്താം. എന്തായാലും അമരീഷ് പുരി വിനായകൻ്റെ അത്രയും ക്രൂരനായ വില്ലൻ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം അഭിനയിച്ച പല സിനിമകളിലും, ഇപ്പോൾ ഷാരൂഖ് ഖാൻ്റെ കൊയില സിനിമയിൽ ഷാരൂഖ് ഖാൻ്റെ വായിൽ തീ കോരിയിടുന്ന, അതായത് തീക്കനൽ കോരിയിടുന്ന രംഗമുണ്ട്. അത് കണ്ടിട്ട് അന്ന് ഞാൻ വിചാരിച്ചു, എന്നാലും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വില്ലനായി പോയല്ലോ എന്നാണ്. പക്ഷേ ഇന്ന് ആ അമരീഷ് പുരിയുടെ സ്ഥാനം വിനായകൻ ഏതായാലും ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അമരീഷ് പുരി ഇത്രയും വലിയ വില്ലത്തരങ്ങൾ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജയിലർ സിനിമയിലൂടെ എൻ്റെ മനസ്സിൽ വില്ലൻ എന്ന കഥാപാത്രത്തിന് അമരീഷ് പുരിയെ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നു. എൻ്റെ മനസ്സിലെ അമരീഷ് പുരിയുടെ ചിത്രം മാച്ച് അവിടെ ഇപ്പോൾ വിനായകൻ എന്ന വില്ലൻ്റെ, അതായത് വർമ്മൻ എന്ന വില്ലൻ്റെ ഒരു ഇമേജാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വില്ലൻ കഥാപാത്രത്തിനുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സിനിമകളിൽ സിനിമകൾ കാണുമ്പോൾ അതിലൊക്കെ വില്ലന്മാരുണ്ടാവും. വീണ്ടും വിനായകൻ വീണ്ടും വില്ലനായിട്ട് വീണ്ടും വന്നേക്കാം. എന്തായാലും ഈ വർമ്മൻ എന്ന കഥാപാത്രം മനസ്സിൽ നിന്ന് മായാത്ത ഒരു വില്ലനായി അമരീഷ് പുരിയെ വരെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ഒരു വില്ലൻ കഥാപാത്രമായി ഇനി അങ്ങോട്ടുള്ള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും വിനായകൻ്റെ ഈ ജയിലർ സിനിമയിലെ വില്ലൻ കഥാപാത്രം ശരിക്കും പേടിപ്പിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. എന്തായാലും മറക്കാനാവാത്ത ഒരു വില്ലൻ കഥാപാത്രമായി തന്നെ വിനായകൻ എന്നും സിനിമാ പ്രേമികൾക്കിടയിൽ നിലകൊള്ളും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.